Hi friends, welcome back to Ashur CMA Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. പ്രിഫറൻസ് ഷെയർസ് നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ ക്യാരി ചെയ്യുന്ന ഷെയർസാണ് പ്രിഫറൻസ് ഷെയർസ്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു പ്രിഫറൻസ് ഉണ്ടാവും ആസ് കമ്പയർഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമുക്കൊരു പ്രിഫറൻഷ്യൽ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ റീപേ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്തോ. അതുകൊണ്ടാണ് അവർ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അവർക്കുള്ള ഇൻകം മെയിൻലി ഫിക്സഡ് ഇൻകം തന്നെ, ഫിക്സഡ് ഡിവിഡൻഡ് തന്നെയാണ് അവർ റിസീവ് ചെയ്യുന്നത്. നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് നമുക്ക് ഫിക്സഡ് ആയിട്ടൊന്നും റിസീവ് ചെയ്യാത്തത്. അവരുടെ എത്ര കിട്ടും എന്നുള്ളത് കമ്പനിയുടെ പ്രോഫിറ്റ്സ് അനുസരിച്ചിരിക്കും. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ലൈബിലിറ്റീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ അതിനകത്ത് പറയുന്ന കുറച്ച് റൂൾസും കാര്യങ്ങളും, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വേണ്ടത്, ഏതൊക്കെ ക്ലാസ് ഓഫ് ഷെയർസിനാണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസിന് പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. ജസ്റ്റ് ഈ കാര്യങ്ങൾ നമ്മൾ ആ പ്രിഫറൻസ് ഷെയറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് കേൾക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. So first point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, no company limited by shares shall after commencement of this act issue any preference shares which are irredeemable. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഇല്ല. സോ ലിമിറ്റഡ് ബൈ ഷെയർസ് ഉള്ള കമ്പനിക്ക് റെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം, പക്ഷേ ഇറഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മേ, ഇഫ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ, ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ലയബിൾ ടു ബി redeemed within a period not exceeding 20 years from the date of their issue subject to such conditions as may be prescribed. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന് ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ റിഡംഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 20 ഇയേഴ്സിനുള്ളിൽ കൊടുക്കണം. 20 ഇയേഴ്സ് എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടിരിക്കുന്ന കണ്ടീഷൻസ് ഫുൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. സോ ഇനി നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിനുള്ള എമൗണ്ട്സ് എവിടെ നിന്നാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. Out of the profits of the company or out of the proceeds of a fresh issue of shares made for the purpose of such redemption. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ റിഡംഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീഡ്സിൽ നിന്നൊക്കെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന് വേണ്ട എമൗണ്ട് കണ്ടെത്തുക. പിന്നെ നമ്മൾ ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് മാത്രമാണ് റിഡീം ചെയ്യുക. നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസിനകത്തൊക്കെ നമുക്കറിയാം ഫുള്ളി പെയ്ഡ് ഷെയർസ് മാത്രമാണ് നമ്മൾ ബൈബാക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയറിലും ഓൺലി ഫുള്ളി പെയ്ഡ് ഷെയർസ് മാത്രമാണ് നമ്മൾ റിഡീം ചെയ്യുള്ളൂ. ഇനി റിഡംഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ റിഡംഷൻ വാല്യൂവിൻ്റെ നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർസ് നമ്മൾ CRR അക്കൗണ്ടിലേക്ക്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ഓൾമോസ്റ്റ് എല്ലാ ഷെയർസിനകത്തും അങ്ങനെയാണ്. ബൈബാക്ക് നടത്തുമ്പോഴും നമ്മൾ ആ നോമിനൽ എമൗണ്ട് മാത്രം, പ്രീമിയം എമൗണ്ടോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് നടത്തുമ്പോൾ ആ എമൗണ്ട് ഒന്നുമില്ല, നോമിനൽ വാല്യൂ എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ തന്നെ പ്രിഫറൻസ് ഷെയർസിനും ആ സെയിം കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനിക്ക് ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാനോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിന് വേണ്ട ഡിവിഡൻഡ് ഓരോ ഇയർ എൻഡിലോ അല്ലെങ്കിൽ ക്വാർട്ടർലി അവർക്ക് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റിയില്ല. അതായത് പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാനും സാധിക്കുന്നില്ല, അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാനും സാധിക്കുന്നില്ല. കമ്പനിക്ക് അത്ര ഒരു പൊസിഷനിലല്ല കമ്പനി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാം കൺസെൻറ്റോടുകൂടി, അതായത് കമ്പനിക്ക് ഇപ്പോൾ 100 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ആ 100 പേരുടെ സമ്മതത്തോടു കൂടി നമ്മുടെ ആ ടോട്ടൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ 3/4 വാല്യൂ, അതായത് ടോട്ടൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ 3/4 വാല്യൂ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ 3/4 വാല്യൂ കണ്ടുപിടിച്ചു. ആ 3/4 വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള അടുത്ത പ്രിഫറൻസ് ഷെയർസ് നമ്മൾ അവർക്ക് ഇഷ്യൂ ചെയ്യും. അതായത് ആ ഫർദർ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും നമ്മൾ അവർക്ക് ഇഷ്യൂ ചെയ്യുക. അപ്പം നമ്മൾ അങ്ങനെ ഫർദർ ആയിട്ട് ഈ ഡിവിഡൻറ്റിനും റിഡീം ചെയ്യുന്നതിന് പകരം വീണ്ടും പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നത് അൺറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അതും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൺവേർട്ടായി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ മാറും. അപ്പോൾ സിറ്റുവേഷൻ വന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ,
കമ്പനിയുടെ കയ്യിൽ ഇനഫായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഒന്നും ഇല്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റെഡീം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാനോ. അങ്ങനത്തെ സിറ്റുവേഷനിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺസെൻറ്റോടുകൂടി ടോട്ടൽ പ്രിഫറൻസ് ഷെയർ വാല്യൂവിൻ്റെ 3/4 വാല്യൂ നമ്മൾ 3/4 വാല്യൂ എത്രയാണോ ആ വാല്യൂവിന് നമ്മൾ ഫർദർ പ്രിഫറൻസ് ഷെയർ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യും. അങ്ങനെ നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്താൽ ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഇറഡീമബിൾ അല്ലെങ്കിൽ അൺറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൺവേർട്ട് ആവും. ഇനി നമ്മൾ ഇപ്പോൾ നോമിനൽ എമൗണ്ട് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ആ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എമൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിന് വരുന്ന കുറച്ച് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന് ഒരിക്കലും നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 20 ഇയേഴ്സിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഫ്രഷ് ഇഷ്യൂയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ റിഡംഷനുള്ള വാല്യൂ കണ്ടെത്തുന്നത്. പിന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് മാത്രമാണ് നമ്മൾ റെഡീം ചെയ്യുക. ഇനി റെഡീം ചെയ്യുമ്പോൾ നോമിനൽ എമൗണ്ട് മാത്രം നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി കമ്പനിക്ക് ഡിവിഡൻറ്റും അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിൻ്റെ എമൗണ്ട് റെഡീം ചെയ്യാൻ പറ്റാത്തൊരു പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ 3/4 ഓഫ് ദി വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ 3/4 എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഫർദർ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യും. അങ്ങനെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്താൽ അൺറെഡീമബിൾ അല്ലെങ്കിൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൺവേർട്ട് ആവും ആ റിഡംഷൻ നടക്കുന്ന വഴി. ഓക്കെ, ഇനി CRR അക്കൗണ്ടിലെ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ബേസിക്കായിട്ട് പ്രിഫറൻസ് ഷെയർസിൽ വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ റിഡംഷനിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 59 പേജ് നമ്പർ 59 അതിനകത്ത് പറയുന്നത് T Limited furnishes you with the following balance sheet തന്നിട്ടുണ്ട്. താഴെ the company redeemed preference shares on 1st April 2015 at a premium of 10%. You are required to pass necessary entries to record the above. നമ്മൾ പ്രീമിയത്തിനാണ് റിഡംഷൻ നടത്തുന്നത്. സോ അപ്പോൾ ആദ്യം ഡ്യൂ ആവുന്ന എൻട്രി നമുക്ക് എഴുതാം. ഇവിടെ 12% പ്രിഫറൻസ് ഷെയർസ് ആണ് 100 റുപ്പീസിൻ്റെ. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ 2 crore ആണ് നമ്മുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ. അതിനകത്ത് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ ടോട്ടൽ 2 lakh പ്രിഫറൻസ് ഷെയർസ് ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ എൻട്രി വരുന്നത് ഡ്യൂ ആവുന്ന എൻട്രി 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2 lakh into 100 2 crore. പ്രീമിയം ഓൺ റിഡംഷൻ ഓൺ പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ 2 lakh into 10 20 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ടോട്ടൽ 2 crore 20 lakh കൊടുക്കാനുണ്ട്. ഇൻ ലാക്സിലാണ് ടെക്സ്റ്റിലൊക്കെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ക്രോർസിൽ തന്നെയാണ് എടുത്തെഴുതിയിരിക്കുന്നത്, അത് നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഫസ്റ്റ് എൻട്രി ഡ്യൂ ആവുന്ന എൻട്രി 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 crore. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് 20 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 2 crore 20 lakh. ഇനി പേ ചെയ്യുന്ന എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന വ്യക്തിയില്ല, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ ക്യാൻസൽ ചെയ്യുക. പേയ്മെൻറ്റ് ബാങ്കിൽ നിന്ന് പോകുന്നതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക 2 crore 20 lakh. ഇനി അടുത്തത് നമുക്ക് പ്രീമിയം നമ്മൾ എടുക്കുന്നത് എപ്പോഴും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞു. സോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കുറയുന്നു, സോ അതിനെ ഡെബിറ്റ് ചെയ്യുക. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്ന ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യുക. എൻട്രി വരുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് 20 lakh. ഇനി നമ്മൾ ലാസ്റ്റ് പറയുന്ന എൻട്രി ഇതിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നോമിനൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 2 lakhൻ്റെ പ്രിഫറൻസ് ഷെയർസ് 100 റുപ്പീസാണ് നോമിനൽ വാല്യൂ. സോ 2 lakh into 100 2 crore റുപ്പീസ് നമ്മൾ ജനറൽ റിസർവ്, ഇവിടെ റവന്യൂ റിസർവ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ജനറൽ റിസർവ് തന്നെയാണ്. സോ റവന്യൂ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 2 crore. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 29 അവിടെ കഴിഞ്ഞു. ഇതിൻ്റെ കൺഫ്യൂഷനൊന്നും വേണ്ട. നോമിനൽ വാല്യൂ എത്രയാണോ ആ നോമിനൽ വാല്യൂ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 30 ആണ്. 30 നമ്മൾ ടെക്സ്റ്റിൽ നോക്കുക, ഞാൻ നോട്ടിൽ ചെയ്തിട്ടില്ല കാരണം അത്ര കാര്യമുള്ള
ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം ജസ്റ്റ് എളുപ്പമാണ്, ആർക്കും മനസ്സിലാവുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇല്ലുസ്ട്രേഷൻ 30 പേജ് നമ്പർ 61 പറയുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നത് 10 lakh at rupees 10 lakh at par ആണ്. ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതും 10 lakh at par തന്നെയാണ്. അപ്പം നമുക്ക് അവിടെ CRR അക്കൗണ്ടിലേക്ക് ഒന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ട, കാരണം നമ്മൾ റെഡീം ചെയ്യുന്നത് 10 ലക്ഷത്തിനാണ്. ആ 10 ലക്ഷത്തിന് നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ട്. സോ ആ എമൗണ്ട് അവിടെ നിന്ന് ആ ഫ്രഷ് ഇഷ്യൂയിലൂടെ നമ്മൾ കണ്ടെത്തി. സോ CRR അക്കൗണ്ടിലേക്ക് നമുക്ക് പ്രോഫിറ്റിൽ നിന്നൊന്നും എടുത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ബി പറയുന്നത് rupees 10 lakh at 5% പ്രീമിയത്തിനാണ് നമ്മൾ റെഡീം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ 8 lakh at പാറിനാണ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത്. സോ ബാലൻസ് എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് നമ്മൾ CRR അക്കൗണ്ടിൽ, അതായത് ജനറൽ റിസർവിൽ നിന്ന് എടുത്ത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ 10 ലക്ഷമാണ് നോമിനൽ വാല്യൂ. പ്രീമിയം നമുക്ക് അറിയാലോ, നമ്മൾ CRR അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സോ 10 ലക്ഷമാണ് നോമിനൽ വാല്യൂ, അതിനകത്ത് 8 ലക്ഷമാണ് നമുക്ക് ഫ്രഷ് ഇഷ്യൂ വഴി കിട്ടിയിട്ടുള്ളൂ. അപ്പം ബാക്കി 2 ലക്ഷം നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ 2 lakh rupees CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തെ കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡംഷൻ നടത്തുന്നത് 10 lakhനാണ്, ഡിസ്കൗണ്ടിന് പ്രീമിയത്തിനോ ഒന്നല്ല. പക്ഷേ നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് 8 lakh at 10% പ്രീമിയം ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ നമുക്ക് പ്രീമിയം എവിടെയും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് നോമിനൽ വാല്യൂ മാത്രം നോക്കിയാൽ മതി. സോ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നതിന് നോമിനൽ വാല്യൂ 10 ലക്ഷമാണ്. ഫ്രഷ് ഇഷ്യൂ നമ്മൾ നടത്തി കിട്ടുന്നത് 8 ലക്ഷമാണ്. സോ ബാലൻസ് 2 ലക്ഷം നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ജനറൽ റിസർവിൽ നിന്ന് എടുത്ത്. ഇനി ലാസ്റ്റ് ഡി എന്ന് പറയുന്ന കേസ് നമ്മൾ റിഡംഷൻ നടത്തുന്നത് 10 lakh rupees at 5% പ്രീമിയമാണ്. ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് 8 lakh rupees at 10% പ്രീമിയമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നോമിനൽ വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നോമിനൽ വാല്യൂ 10 lakh ആണ്, പക്ഷെ നമ്മൾ ഫ്രഷ് ഇഷ്യൂ വഴി 8 lakh നമുക്ക് റിസീവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാലൻസ് 2 lakh നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഇല്ലുസ്ട്രേഷൻ 31 വലിയ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല, കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. സോ അത് കിട്ടാത്തതുകൊണ്ട് ഞാനതിങ്ങനെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഇല്ലുസ്ട്രേഷൻ 32 പോവാം. ഇല്ലുസ്ട്രേഷൻ 32 എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് പറയുന്നുണ്ട് ഇഷ്യൂ 4,000 ഇക്വിറ്റി ഷെയർസ് ആൻഡ് ₹50,000 10% ഡിബെഞ്ചേഴ്സ്. നമ്മൾ 4,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, കൂടാതെ 10% ഡിബെഞ്ചർ 50,000 രൂപയ്ക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. റെഡീം പ്രിഫറൻസ് ഷെയർ അറ്റ് എ പ്രീമിയം ഓഫ് $10% പ്രീമിയത്തിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്നുണ്ട്. റൈസ് നെസസറി ബാങ്ക് ലോൺ ടു പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ റിഡംഷൻ ആൻഡ് ടു ഹാവ് ₹50,000 ആസ് ബാലൻസ്. നമ്മൾ ബാങ്ക് ലോണിന് വേണ്ടി, അതായത് നമ്മൾ റിഡംഷന് വേണ്ടി നമ്മൾ ബാങ്ക് ലോൺ റൈസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു 10,000 രൂപ നമുക്ക് ബാലൻസും വേണം. സോ ആ എൻട്രി ഇങ്ങനെയാണ് നോക്കാം. അഡ്മിറ്റ് ക്ലെയിം ഓഫ് ₹4,000 ഫോർ വർക്ക്മെൻ കോമ്പൻസേഷൻ. വർക്ക്മെൻ കോമ്പൻസേഷനിൽ നമുക്കൊരു ₹4,000 ക്ലെയിം ചെയ്തിട്ടുണ്ട്. യൂട്ടിലൈസ് ₹10,000 ഔട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടി ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെസസറി ജേർണൽ എൻട്രീസ് കൊടുക്കുക. അസ്യൂമിങ് ദാറ്റ് ഹോൾഡേഴ്സ് ഓഫ് 100 പ്രിഫറൻസ് ഷെയർസ് കുഡ് നോട്ട് ബി ട്രേസ്ഡ് ബൈ ദി കമ്പനി. നമുക്ക് നമ്മുടെ ടോട്ടൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൽ ഒരു 100 പേരെ നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അതുകൊണ്ട് അവർക്ക് റിഡംഷൻ നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റിയിൽ 14% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് എന്നാണ് പറയുന്നത്. 100 അല്ലാതെ 10 ഈച്ചാണ്, എന്നാലാണ് നമുക്കിത് കിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന എൻട്രി എഴുതാം. ഇക്വിറ്റി ഷെയർ 4,000 ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണ്. സോ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4,000 × 10 40,000. അതുപോലെ തന്നെ നമ്മൾ 10% ഡിബെഞ്ചറും നമ്മൾ റൈസ് ചെയ്യുന്നുണ്ട്. സോ ക്യാഷ് കിട്ടുന്നതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു 10% ഡിബെഞ്ചർ അക്കൗണ്ട് 50,000. അടുത്തത് നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നെസസറി ബാങ്ക് ലോൺ നമ്മളോട് റേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ഉള്ളത് 1 lakh ആണ്. 1 lakhനകത്ത് 1 lakh ആണ് നമുക്ക് വേണ്ട പ്രിഫറൻസ് ഷെയർസിന് വേണ്ട എമൗണ്ട്. സോ 1 lakhൽ നിന്ന്
1 ലാഖിൽ നിന്ന്, അതായത് നോമിനൽ വാല്യൂ ആയ 1 ലാഖിൽ നിന്ന് ആദ്യം നമ്മൾ ഷെയർ ക്യാപിറ്റൽ വഴി ഇഷ്യൂ ചെയ്ത് 40,000 ലെസ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞ് നമ്മൾ ബാങ്ക് ഡിബെഞ്ചർ വഴി റൈസ് ചെയ്ത് 50,000 ലെസ് ചെയ്ത് കളയുക. അപ്പം നമുക്കിനി വേണ്ടത് 10,000 റുപ്പീസാണ്. കൂടാതെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു 15,000 റുപ്പീസ് ബാങ്ക് ലോണിൽ ബാലൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ആ 10,000 പ്ലസ് 15,000 ചെയ്യുമ്പോൾ ടോട്ടൽ 25,000 നമുക്ക് ബാങ്ക് ലോൺ റേസ് ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ പറയുന്ന റിഡംഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണ് ടോട്ടൽ? കാരണം നമ്മൾ പ്രീമിയം എമൗണ്ട് എടുക്കുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നാണ്. സോ നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നോമിനൽ വാല്യൂ ആയി 1 ലാഖിൽ നിന്ന് 40,000 നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്ത് കിട്ടി, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് 50,000 കിട്ടി. അപ്പോൾ ടോട്ടൽ 90,000 നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫണ്ടുണ്ട്. അപ്പോൾ മൊത്തം റിഡംഷൻ 1 ലാഖാണ് നോമിനൽ വാല്യൂ. അപ്പോൾ ബാലൻസ് 10,000 വേണം. അതുകൂടാതെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 15,000 ബാങ്ക് ലോണിൽ നമുക്ക് ബാലൻസ് വേണം. സോ ടോട്ടൽ ആ 15,000 പ്ലസ് 10,000 ചെയ്യുമ്പോൾ 25,000 ആണ് നമുക്ക് ബാലൻസ് ആവശ്യമുള്ളത്. സോ ബാങ്ക് ലോണിൽ നിന്ന് നമ്മൾ റൈസ് ചെയ്യേണ്ടത് 25,000 ആണ്. എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് ലോൺ 25,000. ഇനി നമുക്ക് CRR അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ നോമിനൽ വാല്യൂ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ലാഖ് റുപ്പീസാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ ആ ഫ്രഷ് ഇഷ്യൂ ഷെയർസ് നടത്തുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ലെസ് ചെയ്ത എമൗണ്ടാണ് നമ്മൾ എടുക്കുകയുള്ളൂ. സോ ഇവിടെ ഫ്രഷ് ഇഷ്യൂ നടക്കുന്നുണ്ട്, ഒരു 40,000 രൂപയുടെ ഇക്വിറ്റി ഷെയർ നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്. സോ നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ലാഖിൽ നിന്ന് 40,000 കുറച്ചിട്ടുള്ള 60,000 രൂപ മാത്രമേ ഉള്ളൂ. സോ അത് ആ 60,000 രൂപയാണ് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ജനറൽ റിസർവ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തന്നിട്ടില്ല. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് അക്കൗണ്ട് യൂസ് ചെയ്യാം, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് യൂസ് ചെയ്യാം, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് യൂസ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ PNL അക്കൗണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ഫസ്റ്റ് അതാണ്. ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് അക്കൗണ്ട് ഡെറ്റർ 20,000 ആണ് അതിനകത്ത് ബാലൻസ്. പക്ഷെ നമ്മൾ 10,000 റുപ്പീസ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. സോ ആ 10,000 എടുത്തു. ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് അക്കൗണ്ട് ഡെറ്റർ 10,000. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് ടോട്ടൽ 10,000 ആണ്. അതിനകത്ത് 4,000 ഒരു ക്ലെയിം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ബാലൻസ് ഉള്ള 6,000. സോ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് 6,000. ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് 12,000 ഫുൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ഇത്രയും കഴിഞ്ഞ് ബാലൻസ് വരുന്നത് നമുക്കൊരു 32,000 രൂപയാണ്. ആ 32,000 നമുക്ക് PNL അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. സോ എൻട്രി ഇങ്ങനെയാണ്. ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് അക്കൗണ്ട് ഡെറ്റർ 10,000, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ 6,000, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 12,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 32,000, ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 60,000. ഇനി നമ്മൾ ആ ക്ലെയിം വർക്ക്മെൻ കോമ്പൻസേഷന് വേണ്ടി ഒരു 4,000 ക്ലെയിം കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ എൻട്രി വരുന്നത് വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് കുറഞ്ഞു. സോ അതിനെ ഡെബിറ്റ് ചെയ്യുക. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ 4,000 ടു ക്ലെയിം ഫോർ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട്. ക്ലെയിമാണ് നമ്മുടെ ഇതിൻ്റെ പേയ്മെൻറ്റ് പറഞ്ഞിട്ടില്ല, ക്ലെയിം ഓഫ് റുപ്പീസിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് അഡ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, പേയ്മെൻറ്റിൻ്റെ കാര്യം പറയാത്തതുകൊണ്ട്. ടു ക്ലെയിം ഫോർ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് 4,000 എഴുതി. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന എൻട്രിയാണ്. സോ അത് എഴുതാം. അത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് കണ്ടിട്ടില്ല. സോ ടോട്ടൽ നമുക്ക് 1,00,000 ഷെയർസ് പ്രിഫറൻസ് ഷെയർ 1,00,000 ഷെയർസിന് 10 രൂപ വെച്ചാണ്. സോ 1,00,000 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 10,000 ഷെയർസാണ്. ആ 10,000 ഷെയർസിൽ നമുക്ക് 100 പേരെ കണ്ടിട്ടില്ല. അപ്പോൾ 10,000 മൈനസ് 100 ചെയ്യുമ്പോൾ 9,900 ഷെയർസാണ് നമുക്കിപ്പോൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് അറിയുന്നുള്ളൂ. സോ 9,900 ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ 99,000 ആണ് നമുക്ക് അവർ കൊടുക്കുന്ന ഫൈനൽ പേയ്മെൻറ്റ്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ നമ്മൾ ഓപ്പൺ ചെയ്ത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 99,000. ഓക്കെ, സോറി ഞാൻ ഡ്യൂ ആവുന്ന എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഡ്യൂ ആവുന്ന എൻട്രി ഇങ്ങനെയാണ്. 14% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1 lakh, പ്രീമിയം ഓൺ റിഡംഷൻ 10,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് 1,10,000. പക്ഷേ ആക്ച്വൽ പേയ്മെൻറ്റ് വരുന്ന എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 99,000 വരുന്നുള്ളൂ. ഇത്രയാണ് ഇല്ലസ്ട്രേഷൻ 32ൽ പറയുന്നത്. ഐ തിങ്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്യാവശ്യം ഈസി ഒരു ടോപ്പിക്കാണ്.
നമുക്ക് ഫൈനലായിട്ടുള്ളൊരു ഇല്ലുസ്ട്രേഷൻ 33 ആണ്. 33യും ഈ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് നോക്കാം. ഇവിടെയും ഓൺ 1st January 2019 the board of directors decided to redeem the preference shares at a premium of 8%. In order to pay the preference shareholders of the company also decided to sell its investment and use the company's fund and to raise the balance by issue of sufficient number of equity shares of rupees 10 each at a premium of rupees 1 per share, subject to leaving a minimum balance of 9,000 ആണ് തന്നിരിക്കുന്നത്. പക്ഷേ 9,600 ആക്കുക. 9,600 after research redemption. Investment will be sold at 1,08,000. ഇങ്ങനെയാണ് നമ്മൾ എൻട്രീസ് കാണിക്കാനാണ് പറയുന്നത്. ആദ്യം കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. 1,08,000 ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 1,20,000 ആണ്. ഈ ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 33 പേജ് നമ്പർ 65 പറയുന്നത്. സോ നമുക്ക് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്ന എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1,08,000. നമുക്കിവിടെ 1,20,000 ഇൻവെസ്റ്റ്മെൻറ്റ് 1,08,000 സെയിൽ ചെയ്യുന്നത്. സോ നമുക്കവിടെ ലോസ് ആണ് ഒരു 12,000 വരുന്നത്. ലോസിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് P&L അക്കൗണ്ട് ഡെറ്റർ 12,000 ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 1,20,000. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഫണ്ട്, നമുക്ക് റിഡംഷന് വേണ്ട ബാലൻസ് ഫണ്ട് എങ്ങനെയാണോ അത് നമ്മൾ സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആദ്യം റൈസ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാം. ടോട്ടൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പറഞ്ഞു ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് മാത്രമാണ് റിഡംഷന് കൊടുക്കത്തുള്ളൂ. സോ 25,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ചാണ് എടുക്കുക. സോ 2,50,000 പ്രിഫറൻസ് ഷെയർസ് ആണ്. അതിന് 8% പ്രീമിയത്തിലാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത്. അപ്പോൾ 2,50,000 8% എന്ന് പറയുമ്പോൾ 20,000 ആണ്. ടോട്ടൽ 2,70,000 നമുക്ക് റിഡംഷന് വേണ്ടി വേണം. അതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തൊരു 1,08,000 കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ബാലൻസ് ഒരു 9,600 കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 9,600 നമ്മൾ കീപ്പ് ചെയ്ത് ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. അപ്പോൾ 30,000 നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോ 2,70,000 നിന്ന് 1,08,000 ഈ 30,000 കുറച്ച് ചെയ്യുമ്പോൾ നമുക്കിനി വേണ്ടത് 1,32,000 ആണ്. അത്ര എമൗണ്ട് ആണ് നമ്മൾ ഇക്വിറ്റി ഷെയർ വഴി റൈസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളോട് ഇക്വിറ്റി ഷെയറിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് 10 രൂപയ്ക്ക് 1 രൂപ പ്രീമിയം വെച്ചാണ്. അപ്പോൾ ടോട്ടൽ 11 rupees നമുക്ക് ഇക്വിറ്റി ഷെയർ വഴി റൈസ് ചെയ്യുന്നത്. സോ 1,32,000 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ 12,000 ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. 12,000 ഷെയറിൽ 10 രൂപ നോമിനൽ വാല്യൂം 1 രൂപ പ്രീമിയത്തിന്. സോ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1,32,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 12,000 × 10 ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 12,000 × 1. അതാ പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. സോ അങ്ങനെ 1,32,000 rupees നമ്മൾ റൈസ് ചെയ്തു. ഇനി നമ്മൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ പേയ്മെൻറ്റിനുള്ള ഡ്യൂ എൻട്രി എഴുതുക. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,50,000. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് 8% ആണ് 20,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 2,70,000. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്ന എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 2,70,000 ടു ബാങ്ക് അക്കൗണ്ട് 2,70,000. ഇനി ഇവിടെ നമ്മൾ നോമിനൽ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ച് ആ എമൗണ്ട് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ നമ്മൾ റിഡംഷൻ നടത്തുന്നത് 2,50,000 പ്രിഫറൻസ് ഷെയർസ് ആണ്. പക്ഷെ നമ്മൾ ഇക്വിറ്റി ഷെയർ വഴി 1,20,000 റൈസ് ചെയ്യുന്നുണ്ട്. അതായത് ബാലൻസ് വരുന്ന 1,30,000 മാത്രമാണ് നമുക്ക് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി ആ 1,30,000 എവിടെ നിന്ന് നമ്മൾ എടുക്കുമെന്ന് നോക്കാം. ജനറൽ റിസർവിൽ നമുക്ക് ബാലൻസ് 75,000 ഉള്ളൂ. അപ്പോൾ ബാലൻസ് ഉള്ള എത്ര എമൗണ്ടോ അത് നമ്മൾ P&L അക്കൗണ്ടിൽ നിന്ന് എടുക്കുക. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ, വേറെ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 75,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ബാലൻസ് ഉള്ള 1,30,000 നിന്ന് 75,000 കുറച്ചിട്ടുള്ള 55,000 P&L അക്കൗണ്ടിൽ നിന്ന് എടുക്കുക. ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 1,30,000. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഫ്രഷ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട്, ഫ്രഷ് ഇഷ്യൂവിൻ്റെ എമൗണ്ട്, കുറച്ച് എമൗണ്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഈ ഒരു എൻട്രി, ആ ഒരു കാര്യം മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. ബാക്കിയെല്ലാം എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഫർദറായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂർ CMA മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. പ്രിഫറൻസ് ഷെയർസ് നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ ക്യാരി ചെയ്യുന്ന ഷെയർസാണ് പ്രിഫറൻസ് ഷെയർസ്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു പ്രിഫറൻസ് ഉണ്ടാവും ആസ് കമ്പയർഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമുക്കൊരു പ്രിഫറൻഷ്യൽ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ റീപേ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്തോ. അതുകൊണ്ടാണ് അവർ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അവർക്കുള്ള ഇൻകം മെയിൻലി ഫിക്സഡ് ഇൻകം തന്നെ, ഫിക്സഡ് ഡിവിഡൻഡ് തന്നെയാണ് അവർ റിസീവ് ചെയ്യുന്നത്. നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് നമുക്ക് ഫിക്സഡ് ആയിട്ടൊന്നും റിസീവ് ചെയ്യാത്തത്. അവരുടെ എത്ര കിട്ടും എന്നുള്ളത് കമ്പനിയുടെ പ്രോഫിറ്റ്സ് അനുസരിച്ചിരിക്കും. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ലയബിലിറ്റീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ അതിനകത്ത് പറയുന്ന കുറച്ച് റൂൾസും കാര്യങ്ങളും, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വേണ്ടത്, ഏതൊക്കെ ക്ലാസ് ഓഫ് ഷെയർസിനാണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസിന് പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. ജസ്റ്റ് ഈ കാര്യങ്ങൾ നമ്മൾ ആ പ്രിഫറൻസ് ഷെയറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് കേൾക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഷാൽ ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഇഷ്യൂ എനി പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ഇറഡീമബിൾ. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഇല്ല. സോ ലിമിറ്റഡ് ബൈ ഷെയർസ് ഉള്ള കമ്പനിക്ക് റെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം, പക്ഷേ ഇറഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് അവർക്ക്